ഇതാണ് പോലും ബ്രസീലിയൻ നട്ടി റൈസ്. കുറച്ച് ദിവസം മുന്നേ ബ്രദർ വന്നിട്ട് പറഞ്ഞ് ഓൻ്റെ ഫ്രണ്ടിൻ്റെ സിസ്റ്റർ ഒരു ചോറുണ്ടാക്കി കൊടുത്തിന്, ഭയങ്കര ടേസ്റ്റ്. അപ്പോൾ അതിൻ്റെ പേരൊന്ന് സെർച്ച് ചെയ്തപ്പോൾ കണ്ട റെസിപ്പിയാണേ. അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് ഇതെല്ലാം. വലിയ ഉള്ളി ഒരു 5 എണ്ണം. വലിയ ഉള്ളി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, സംഭവം ചെറിയ സൈസ് ചെയ്യുന്നു. ബദാം 1 കപ്പ്, കാഷ്യൂനട്ട് 1 കപ്പ്, ഒരു 3 ടേബിൾ സ്പൂൺ തൈര്, 2 സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, മല്ലിയില ഒരു കൈ നിറച്ച്. പിന്നെ പൊടികളായിട്ട് നമ്മൾ എടുത്തേക്കുന്നത് ഒരു 3 സ്പൂണ് മുളക് പൊടി, ഒരു 2 സ്പൂണ് കുരുമുളക് പൊടി, പിന്നെ ഒരു 2 സ്പൂണ് ജീരകം, നേരിയ ജീരകം, പിന്നെ ഗരം മസാല, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ ഒരു 5 തക്കാളി അരച്ച് വെച്ചത്. ഇനി നമുക്ക് പോട്ട് വെച്ചിട്ട് ആവശ്യത്തിനുള്ള ഓയിൽ, ഉള്ളി പൊരിയാനുള്ള ഉള്ളിയും ഈ കാഷ്യൂനട്ടും ബദാമും പൊരിയണം. അതിനുള്ള ഓയിൽ വെച്ചിട്ട് ഉള്ളി ഇട്ട് കൊടുക്കുക. അതൊന്ന് വരണ്ട് വരുമ്പോൾ നമുക്ക് കാഷ്യൂനട്ടും ബദാമും ഇട്ട് കൊടുക്കുക. നല്ലോണം ഒരു ബ്രൗൺ കളറായി വരുമ്പം അത് കോരി മാറ്റി വെക്കുക. ഓയിലെല്ലാം തട്ടി കോരി മാറ്റി വെക്കുക. ആ ഓയിലിൽ ഈ ചിക്കൻ, റോ ഐറ്റത്തിനുള്ള ചിക്കൻ ഇട്ടിട്ട് 2 സൈഡും ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക. അത് 2 സൈഡും ഒന്ന് ഫ്രൈ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഈ പൊരിച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയും ബദാമും അണ്ടിപ്പരിപ്പും മിക്സിൻ്റെ ജാറിലോട്ടേക്ക് ഇട്ടിട്ട് അതിലേക്ക് ഈ എടുത്ത് വെച്ചിരിക്കുന്ന തൈര്, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ മല്ലിയില, ഇത് 3 ഇട്ട് കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് ഒന്ന് നല്ലോണം പേസ്റ്റാക്കി എടുക്കുക. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളിയും നട്ട്സും ഒന്ന് ചൂട് തണിഞ്ഞിട്ട് വേണം അരക്കാൻ. ഇനി ഇത് ഡയറക്റ്റ് ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്ന ചിക്കനിലേക്ക് ആഡ് ചെയ്യുക. പിന്നെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തക്കാളി അതും ആഡ് ചെയ്യുക. പിന്നെ നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന പൊടികൾ അത് മൊത്തം ഇതിലേക്ക് ആഡ് ചെയ്ത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് അടച്ച് വെച്ച് നല്ല ഗ്രേവി ആയി വരണം. ആ ഗ്രേവിയിലാണ് നമ്മൾ പിന്നെ റൈസ് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ 2 ചെറിയ കഷ്ണം ബട്ടറും കൂടി ഇട്ടിട്ട് അടച്ചു വെക്കുക. നല്ലോണം കുക്ക് ചെയ്തെടുക്കുക. ഓൾമോസ്റ്റ് കുക്കായി വരുന്നതെന്ന് കണ്ടാൽ നമ്മൾ തൊട്ടിപ്പുറത്ത് തന്നെ ഒരു പാൻ വെച്ച് കുറച്ച് ബട്ടറും ഓയിലും ആഡ് ചെയ്തിട്ട് ഇതിൽ നിന്ന് ചിക്കൻ മാത്രം മാറ്റിയിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. റൈസും ചിക്കനും സെയിം കളർ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാവണം കുറച്ച് റെഡ് ഫുഡ് കളറ് കുറച്ച് വെള്ളത്തിൽ ചാലിച്ചിട്ട് ഈ ചിക്കനിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഗ്രേവിയിലേക്ക് റൈസിന് ആവശ്യമായിട്ടുള്ള വെള്ളം, അതായത് ഈ ഗ്രേവിയും കഴിഞ്ഞിട്ട് റൈസിന് ആവശ്യമുള്ള വെള്ളം തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ 1 മണിക്കൂർ വെള്ളത്തിൽ കഴുകി കുതിർത്തി വെച്ച ബസ്മതി റൈസ് ഈ വെള്ളത്തിലോട്ടൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. ഒന്ന് ഇളക്കി ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് അടച്ചു വെക്കുക. ഒരു 3/4 വേവോളം വെന്ത് കഴിഞ്ഞാൽ റൈസ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അതിൻ്റെ മുകളിലോട്ട് നമ്മൾ ഷാലോ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുക. നിരത്തി വെച്ച് ഒന്നും കൂടി ഒന്ന് ദമ്മിലിടുക. അപ്പോൾ നമ്മൾ ബ്രസീലിയൻ നട്ടി റൈസ് റെഡിയായി. എന്തായാലും നമ്മളെ മന്തി പോലെ ഒന്നുമല്ല, കുറച്ചൊരു ജ്യൂസി ആയിട്ടുള്ളൊരു ടെക്സ്ചറാണ് റൈസിനുള്ളത്. എന്തായാലും ഉണ്ടാക്കിയിട്ട് ഫ്ലോപ്പായിട്ടില്ല, നല്ല ഉണ്ടായിന്.